morning friends. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എനർജി ഫ്ലോ ഇൻ ആൻ എക്കോസിസ്റ്റം എന്നാണ്. എക്കോസിസ്റ്റം എന്താണെന്ന് നമുക്കറിയാം, അതുപോലെ എനർജി എന്താണെന്ന് അറിയാം. അപ്പോൾ ഓരോ ട്രോപ്പിക് ലെവലിലും എനർജി ഏതെല്ലാം രീതിയിലാണ് ഫ്ലോ ചെയ്യുന്നത്, ഓരോ ട്രോപ്പിക് ലെവലിലേക്കും കടന്നു പോകുമ്പോൾ എനർജി കൺവേർഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു എക്കോസിസ്റ്റത്തിലെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി എനർജി സോഴ്സ് എന്ന് പറയുന്നത് മിക്കവാറും സൺലൈറ്റ് തന്നെ ആയിരിക്കും. മിക്കവാറല്ല, സൺലൈറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു സോളാർ എനർജി ഓരോ ട്രോപ്പിക് ലെവലിലേക്ക് കടന്നു പോകണം. നമുക്ക് ഇപ്പോൾ നമ്മുടെ കേസ് തന്നെ എടുത്താൽ നമുക്ക് സൺലൈറ്റിനെ ഡയറക്റ്റ് യൂസ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിന് സാധിക്കുന്ന ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഗ്രീൻ ആൽഗെ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അവർ ആ എനർജി യൂസ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കി അത് ഓരോ ട്രോപ്പിക് ലെവലിലേക്ക് കടന്നു പോകുന്നതിനെയാണ് എനർജി ഫ്ലോ ഇൻ ആൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇന്ന് നമ്മളിപ്പോൾ എനർജിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ മെയിനായിട്ട് 2 ടൈപ്പിലാണ് എനർജി ഉള്ളത്, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. അതിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന എനർജിയാണ്. ഈ എനർജി യൂസ് ചെയ്തിട്ടല്ല വേറെ മറ്റുള്ള വർക്ക്സ് ഒന്നും നടക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി യൂസ് ചെയ്തിട്ടല്ല, അത് റെസ്റ്റിംഗ് സ്റ്റേറ്റിലുള്ള സ്റ്റോർഡ് ആയിട്ടുള്ള എനർജി ആയിരിക്കും. ഈ എനർജീനെ കൺവേർട്ട് ചെയ്തിട്ട് സെക്കൻഡ് ടൈപ്പ് ഓഫ് എനർജി, അതായത് കൈനറ്റിക് എനർജി എന്നുള്ള രൂപത്തിലാക്കുമ്പോൾ മാത്രമാണ് ആ ഫ്രീ എനർജി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള എനർജി ആയിട്ട് മാറുന്നത്. അതായത് പൊട്ടൻഷ്യൽ എനർജീനെ കൺവേർട്ട് ചെയ്തിട്ട് കൈനറ്റിക് എനർജി ആക്കുമ്പോഴാണ് യൂസ്ഫുൾ ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഗ്രീൻ ആൽഗെ അങ്ങനെയുള്ള ആൾക്കാർ ഈ സൺലൈറ്റിനെ, ആ സണ്ണിൽ നിന്ന് വരുന്ന ആ റേഡിയേഷനെ യൂസ് ചെയ്തിട്ട് ഫോട്ടോസിന്തസിസ് ചെയ്ത് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്ത് അത് സ്റ്റോർ ചെയ്ത് വെച്ച് ഓരോ ട്രോപ്പിക് ലെവലിലേക്ക് ആ എനർജിയാണ് പിന്നെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. ഒരിക്കലും ഫസ്റ്റ് ട്രോപ്പിക് ലെവലിൽ, പ്രൈമറി ട്രോപ്പിക് ലെവലിൽ ഉണ്ടാവുന്ന അതേ എമൗണ്ട് ഓഫ് എനർജി അല്ല സെക്കൻഡറി ട്രോപ്പിക് ലെവലിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നത്. ഒരു എമൗണ്ട് ഓഫ് എനർജിയുടെ കുറവ് എപ്പോഴും ഒരു എനർജി ലെവലിൽ നിന്ന് ഒരു ട്രോപ്പിക് ലെവലിൽ നിന്ന് അടുത്തൊരു ട്രോപ്പിക് ലെവലിലേക്ക് പോകുമ്പോൾ ഒരു എനർജിയുടെ കുറവ് എന്തായാലും ഉണ്ടാവും. ഈ എനർജിയുടെ ഫ്ലോ എന്ന് പറയുന്നത് ഒരു എക്കോസിസ്റ്റത്തിലെ എനർജിയുടെ ഫ്ലോ എപ്പോഴും യൂണി ഡയറക്ഷണൽ ഫ്ലോ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഓരോ ട്രോപ്പിക് ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്കായിരിക്കും എനർജിയുടെ ഫ്ലോ ഉണ്ടാകുന്നത്. അത് നമ്മൾ എനർജിയുടെ പിരമിഡ് കണ്ടപ്പോഴും ആ സംഭവം നമുക്ക് മനസ്സിലായതാണ്. അതായത് യൂണി ഡയറക്ഷണൽ എനർജി ഫ്ലോ ആയിരിക്കും ഒരു എക്കോസിസ്റ്റത്തിൽ ഉണ്ടാകുന്നത്. ഇനി ഈ എക്കോസിസ്റ്റത്തിലെ എനർജി ഫ്ലോയിനെ പറ്റി പറയാൻ വേണ്ടി നമുക്ക് തെർമോഡൈനാമിക്സിലെ 2 ലോയെ പറ്റി പറയാം. അതായത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് എനർജി ഒരു യൂണിവേഴ്സിൽ എപ്പോഴും കോൺസ്റ്റൻറ്റ് എമൗണ്ടിലായിരിക്കും ഉണ്ടാവുക. ഒരിക്കലും എനർജി പുതിയതായിട്ട് ഉണ്ടാക്കപ്പെടുന്നോ അല്ലെങ്കിൽ ഉള്ള എനർജി നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. പകരം ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക മാത്രമാണ് എനർജി ചെയ്യുന്നത്. അതായത് ഒരു യൂണിവേഴ്സിൽ എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് എപ്പോഴും എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് ഡിഫറെൻറ്റ് ഫോംസിൽ കാണപ്പെടും എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനിയിപ്പോൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ഫോംസിലായിരിക്കുന്നത്. അതായത് ഒരു ഫോമിലുള്ള എനർജി മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന സമയത്ത് ആ കംപ്ലീറ്റ് എനർജി ട്രാൻസ്ഫോം ചെയ്ത് പോകുന്നില്ല. പകരം ഒരു ചെറിയ എമൗണ്ട് ഓഫ് എനർജി ഹീറ്റ് എന്നുള്ള രൂപത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു ഇൻ ദ സെൻസ് ആ യൂണിവേഴ്സിൽ തന്നെയുണ്ട്, പക്ഷേ ഒരു ചെറിയ എമൗണ്ട് ഓഫ് എനർജി ഹീറ്റ് എന്ന രൂപത്തിൽ പോകുന്നുണ്ട്. അതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സൺലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ഗ്രീൻ പ്ലാന്റ്സ് ഒരിക്കലും സൺലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നില്ല. ഓൾമോസ്റ്റ് ഒരു 8% സൺലൈറ്റ് മാത്രമേ ഇപ്പോൾ ഗ്രീൻ പ്ലാന്റ്സ് എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം, ഫോട്ടോസിന്തസിസിന് വേണ്ടി എടുക്കുന്നത്. ബാക്കിയുള്ള എമൗണ്ട് മൊത്തം അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് അത് അബ്സോർബ് ചെയ്യപ്പെടുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ഹീറ്റ് എനർജി മറ്റുമായിട്ട് അത് റിലീസ് ചെയ്ത് പോവുക ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തെടുക്കുന്ന പ്ലാന്റ്സിലേക്ക് എത്തുന്ന ഈ 8% എനർജിയിൽ തന്നെ എനർജി ഉപയോഗിച്ചിട്ട് അവർ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലും കുറച്ച് എമൗണ്ട് ഓഫ് എനർജി മാത്രമേ അടുത്ത ട്രോപ്പിക് ലെവലിലേക്ക് പ്രൈമറി കൺസ്യൂമേഴ്സ് അഥവാ ഹെർബിവേഴ്സിലേക്ക് എത്തുന്നുള്ളൂ. അതിലും കുറച്ച് മാത്രമേ അങ്ങനെ ഓരോ ലെവലിലേക്ക് കടന്നു പോകുമ്പോൾ എത്തുന്നുള്ളൂ. അതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. അതായത് ഓരോ സ്റ്റെപ്പിലും എനർജി ഹീറ്റായിട്ട് റിലീസ് ചെയ്യുന്നത് കൂടിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറയുന്നത് എനർജി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം. സെയിം നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിക്കുന്ന സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്, സെയിം ലോ തന്നെ വരുന്നത്. സെക്കൻഡ് ലോയിൽ പറയുന്നത് ഹീറ്റ് എനർജി ആയിട്ട് റിലീസ് നടക്കുന്നുണ്ട് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർഷൻ നടക്കുന്ന സമയത്ത്. ഇനി എനർജിയുടെ യൂട്ടിലൈസേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് 2 ടൈപ്പിലെ ഓർഗാനിസത്തിനെ പറയാൻ വേണ്ടി പറ്റും. അതായത് ഓട്ടോട്രോഫ്സും ഹെറ്ററോട്രോഫ്സും.
നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണ് ഓട്ടോട്രോഫ്സ്. ഓട്ടോട്രോഫ്സ് പറഞ്ഞാൽ ഗ്രീൻ പ്ലാന്റ്സിനെ നമ്മളതിൽ എക്സാമ്പിളായിട്ട് പറയാം. കാരണം എന്താ, ഗ്രീൻ പ്ലാന്റ്സിന് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സൺലൈറ്റിനെ ഡയറക്റ്റായിട്ട് സണ്ണിൽ നിന്ന് കിട്ടുന്ന സൂര്യനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റേഡിയേഷനെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ട് അവരെ ഫുഡോ എന്ത് വർക്ക് ചെയ്യാൻ വേണ്ടി അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരം ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഓട്ടോട്രോഫ്സ് പറയുക. ഓട്ടോ എന്നുള്ളതിൻ്റെ പേര് സ്വയം എന്നുള്ള അർത്ഥത്തിൽ വരും. അപ്പോൾ ഓട്ടോട്രോഫ്സ് പറയുമ്പോൾ ഗ്രീൻ പ്ലാന്റ്സ്, ഗ്രീൻ ആൽഗെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഓട്ടോട്രോഫ്സ് എന്ന് പറയുക. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹെറ്ററോട്രോഫ്സ് പറയുമ്പോൾ അവർക്കൊരിക്കലും സൺലൈറ്റിനെ ഡയറക്റ്റ് യൂസ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അവരെ ആരെ ആശ്രയിക്കേണ്ടി വരും? അങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരെ, ഓട്ടോട്രോഫ്സിനെ ആശ്രയിക്കുന്നവരായിരിക്കും ഈ ഹെറ്ററോട്രോഫ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെറ്ററോട്രോഫ്സ് പറയുന്നത് ഒരിക്കലും സൺലൈറ്റിനെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അവർ ഈ ഓട്ടോട്രോഫ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ സൺലൈറ്റിനെ എനർജീനെ ഡയറക്റ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ബേസിൽ 2 ടൈപ്പിൽ പറഞ്ഞു, ഓട്ടോട്രോഫ്സും ഹെറ്ററോട്രോഫ്സും. ഇനിയിപ്പോൾ നമുക്കറിയാം നമ്മളൊരു എക്കോസിസ്റ്റത്തിൽ കൺസ്യൂമേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ ഡീകമ്പോസേഴ്സും ഉണ്ട്. നമുക്കറിയുന്ന ടേം തന്നെ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ക്ലാരിറ്റി എന്താണെന്ന് വെച്ചാൽ എനർജി ഒബ്റ്റെയിൻ ചെയ്യുന്നത് ലിവിങ് ഓർഗാനിസത്തിൽ നിന്നാണെങ്കിൽ അതിനെ നമ്മൾ കൺസ്യൂമേഴ്സ് എന്ന് പറയും. നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സ് ആണല്ലോ. നമ്മളെല്ലാവരും എനർജി എടുക്കുന്നത് ലിവിങ് ഓർഗാനിസത്തിൽ നിന്നാണ്. അതേസമയം ഡെഡ് ഓർഗാനിക് മാറ്ററിൽ നിന്നാണ് എനർജി ഒബ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ അത്തരം ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു എക്കോസിസ്റ്റത്തിലെ എനർജി ഫ്ലോനെ ഒന്ന് ക്രോഡീകരിച്ച് പറയുന്നെങ്കിൽ സൺലൈറ്റിൽ നിന്ന് എനർജി വരുന്നു, റേഡിയേഷൻ എന്നുള്ള രൂപത്തിലായിരിക്കും എനർജി വരുന്നത്, വേവ്സ് ആയിട്ടായിരിക്കും വരിക, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ആ വേവ്സ് നേരെ ലീഫിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാന്റ്സിലെ ഗ്രീൻ പാർട്സിൽ വന്ന് ഫോൾ ചെയ്യുന്ന സമയത്ത് എന്തു പറ്റും, അവർക്ക് ആവശ്യമായിട്ടുള്ള വർക്ക് പ്ലാന്റ്സ് അവരെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ബാക്കി ഉണ്ടാവുന്ന എനർജി ബാക്കി എന്നല്ല, ആ ഉണ്ടാവുന്ന എനർജി അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പല പ്ലാന്റ് പ്രോഡക്റ്റ്സ് ആയിട്ട് അവർ സ്റ്റോർ ചെയ്ത് വെക്കും. റൂട്ടിലാവാ, സ്റ്റമ്മിൽ, ലീഫിൽ, ഫ്രൂട്ട്, അങ്ങനെ ഓരോ ടൈപ്പിൽ അവർ എനർജി സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ പ്രൈമറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ നമ്മളായിക്കോട്ടെ വേറെ ഏത് ഓർഗാനിസം ആയിക്കോട്ടെ, ഹെർബിവോഴ്സ്, അവർ യൂസ് ചെയ്യുന്നത് ആ പ്ലാന്റ് പാർട്സിനായിരിക്കും. ഹെർബിവോഴ്സ് കൺസ്യൂം ചെയ്യുന്നത് ഇപ്പോൾ ആ പ്ലാന്റിനെ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ആ പ്ലാന്റിന് സൺലൈറ്റിൽ നിന്ന് കിട്ടിയ കംപ്ലീറ്റ് എനർജി ഒരിക്കലും ആ കൺസ്യൂമറിലേക്ക് പോകുന്നില്ല. ഹെർബിവോർ ഇപ്പോൾ ഒരു പശു, ആട് അല്ലെ അങ്ങനെ ഏതെങ്കിലും ഒരു ഓർഗാനിസം ഒരു പുല്ല് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തിന്നു കഴിഞ്ഞാലും അതിൻ്റെ കംപ്ലീറ്റ് എനർജി ആ ഓർഗാനിസത്തിലേക്ക് കിട്ടുന്നില്ല. ഇനി ആ കിട്ടുന്ന എനർജി തന്നെ അതിൽ കൺവേർഷൻ നടക്കും. പൊട്ടൻഷ്യൽ എനർജീനെ കൈനറ്റിക് എനർജി ആക്കും. എന്നിട്ട് അതിൻ്റെ മെറ്റബോളിക് റിയാക്ഷൻസ് എല്ലാം നടത്താൻ വേണ്ടി ആ എനർജി യൂസ് ചെയ്യും. എന്നിട്ട് ബാക്കി ഒരു എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി ആ എനർജി മാത്രം അടുത്തൊരു ട്രോപ്പിക് ലെവലിലേക്ക് കടന്നു പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഓരോ ട്രോപ്പിക് ലെവൽ കടന്നു പോകുന്നതോറും ഈ എനർജിയുടെ കുറവാണ് സംഭവിക്കുന്നത്. ഒരു ഡിക്രീസ് ഓഫ് എനർജി, ഒരു എമൗണ്ടിൽ ഒരു ഡിക്രീസ് ഉണ്ടാവും എനർജിയുടെ കേസിൽ. അപ്പോൾ ഇനി ഒന്നുകൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എനർജി ഫ്ലോ ഇൻ ആൻ ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ഫോട്ടോസിന്തസിസ്, ഗ്രീൻ പ്ലാന്റ്സ് ഫോട്ടോസിന്തസൈസ് ചെയ്യും. ആ എനർജി ഓരോ ട്രോപ്പിക് ലെവലിലേക്ക് പാസ് ചെയ്ത് പോകും. എനർജി ഒരിക്കലും പുതിയതായി ഉണ്ടാക്കപ്പെടുകയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. അതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറയുന്നത്. അതായത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക മാത്രമാണ് എനർജിയുടെ കേസിൽ സംഭവിക്കുന്നത്. ഇനി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ഇങ്ങനെ കൺവേർഷൻ നടക്കുന്ന സമയത്ത് ഒരു എമൗണ്ട് ഓഫ് എനർജി, ഒരു ചെറിയ എമൗണ്ട് ഓഫ് എനർജി ലോസ് സംഭവിക്കുന്നുണ്ട്. ആ ലോസ് എന്നത് യൂണിവേഴ്സിൽ ഇല്ല ലോസ് അല്ല, പക്ഷേ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് പോകുമ്പോൾ കുറച്ച് ഹീറ്റ് എനർജി ഉണ്ടായിട്ട് പോകുന്നുണ്ട്. അതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഓട്ടോട്രോഫ്സിനെ പറ്റി പറഞ്ഞു. സ്വന്തമായിട്ട് ഡയറക്റ്റായിട്ട് എനർജി യൂസ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഓട്ടോട്രോഫ്സ്. ഹെറ്ററോട്രോഫ്സ് പറയുന്നത് ഓട്ടോട്രോഫ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരായിരിക്കും. പിന്നെ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി കൺവേർഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഡീകമ്പോസേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും പറ്റി പറഞ്ഞു. ലാസ്റ്റ് ആ ഒരു എനർജി ഫ്ലോ എങ്ങനെയാണ്, സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന എനർജി എങ്ങനെയാണ് ഓരോ ട്രോപ്പിക് ലെവലിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞു. താങ്ക് യു.